ഹലോ വെൽക്കം ടു എൻട്രി ACCA. മൈ നെയിം ഇസ് എമിൽ ജോസഫ്. നമ്മളിവിടെ ചെയ്യുന്നത് ACCAയിലെ F2 പേപ്പറായ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലെ ഓവർഹെഡ് എക്സ്പെൻസസ് എന്ന ടോപ്പിക്കാണ്. എന്താണ് ഓവർഹെഡ്? ഓവർഹെഡ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു കമ്പനിയിലോ അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റിനോ വേണ്ടിയുള്ള എക്സ്പെൻസസ് ഒരു ഓവറോൾ എക്സ്പെൻസസ് വിച്ച് കനോട്ട് ബി ആട്രിബ്യൂട്ടബിൾ ടു എനി സ്പെസിഫിക് പോയിന്റ് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ടോപ്പിക്കിൽ നമുക്ക് ആട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റാത്ത എക്സ്പെൻസസിനെയാണ് ഓവർഹെഡ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഓവർഹെഡ്സ് വരുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ്, ഇൻഷുറൻസ്, ഇതൊന്നും നമുക്കൊരു സ്പെസിഫിക് പ്രൊജക്റ്റോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്പെസിഫിക് ഏരിയയിലോട്ടോ നമുക്ക് ആട്രിബ്യൂട്ട് ചെയ്യത്തില്ല. ഇത് ഫുൾ ആയിട്ടുള്ളത്, അതിനെയാണ് നമ്മൾ ഓവർഹെഡ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തുടങ്ങുമ്പോൾ നമുക്ക് എക്സ്പെൻസസിൻ്റെ ഡെഫിനേഷൻ എന്നാ നോക്കാം. എക്സ്പെൻസിൻ്റെ ഡെഫിനേഷൻ നമുക്ക് ഇമ്പോർട്ടൻറ്റുമാണ്, ബൈ ഹാർട്ട് ചെയ്യേണ്ടതുമാണ്. എന്താണ് എക്സ്പെൻസിൻ്റെ ഡെഫിനേഷൻ? എ ഡിക്രീസ് ഇൻ എക്കണോമിക് ബെനിഫിറ്റ് ഡ്യൂറിംഗ് ദ അക്കൗണ്ടിംഗ് പീരിയഡ് ഇൻ ദ ഫോം ഓഫ് ഔട്ട്ഫ്ലോസ്, ഡിപ്ലീഷൻ ഓഫ് അസറ്റ്സ് ഓർ ഇൻകറൻസസ് ഓഫ് ലയബിലിറ്റീസ്. എന്താണ് ഒരു ഡിക്രീസ് ഇൻ എക്കണോമിക്, നമുക്കുള്ള ഒരു എക്കണോമിക് ബെനിഫിറ്റിലെ ഡിക്രീസ് എപ്പം ഈ ഒരു അക്കൗണ്ടിങ് പീരീഡിൽ നമുക്ക് എപ്പോഴും ഒരു അക്കൗണ്ടിങ് പീരീഡ് കാണും, ഒരു സ്പെസിഫിക് പീരീഡ് കാണും. ആ ഒരു സ്പെസിഫിക് പീരീഡിൽ എക്കണോമിക് ബെനിഫിറ്റിന് ഉണ്ടാകുന്ന ഒരു ഡിക്രീസിനെയാണ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. ഡ്യൂ ടു വാട്ട്? ഡ്യൂ ടു ദ ഡിപ്ലീഷൻ ഓഫ് അസറ്റ്സ് ആയിരിക്കാം കാരണം, അല്ലെങ്കിൽ ഔട്ട്ഫ്ലോ, എന്തെങ്കിലും ഒരു ഔട്ട്ഫ്ലോ ആയിരിക്കാം, അല്ലെങ്കിൽ ലയബിലിറ്റി, ഇൻകറൻസസ് ഓഫ് ലയബിലിറ്റീസ് ആയിരിക്കാം കാരണം. സോ വാട്ട് ഈസ് ആൻ എക്സ്പെൻസ്? ആൻ എക്സ്പെൻസ് ഇസ് ദ ഡിക്രീസ് ഇൻ എക്കണോമിക് ബെനിഫിറ്റ്സ് ഇൻ ആൻ അക്കൗണ്ടിംഗ് പീരിയഡ് ഇൻ ദ ഫോം ഓഫ് ഔട്ട്ഫ്ലോസ്, depletion of assets or incurrences of liability. This is called an expense. ഇതാണ് എക്സ്പെൻസ്. എക്സ്പെൻസസ് റിസൾട്ട് ഇൻ എന്തിനൊക്കെയാണ്? എക്സ്പെൻസ് റിസൾട്ട് ഇൻ എ ഡിക്രീസ് ഇൻ ആൻ അസറ്റ്. നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ എക്സ്പെൻസ് കാരണം ഡിക്രീസ് ഇൻ ആൻ അസറ്റ്. എന്തൊക്കെയായിരിക്കാം അസറ്റ്? ക്യാഷ്, ബാങ്ക് അക്കൗണ്ട്, വെൻ ഇൻ ടൈംസ് പെയ്ഡ് ഓർ ഇമ്മീഡിയറ്റ്ലി. അതുപോലെ തന്നെ ഇൻക്രീസ് ഇൻ ലയബിലിറ്റി, ഇതിനെ നമ്മൾ എക്സ്പെൻസ് എന്ന് പറയും. ഡിക്രീസ് ഇൻ അസറ്റ് ഓർ ഇൻക്രീസ് ഇൻ ലയബിലിറ്റി ഇസ് ആൻ എക്സ്പെൻസ്. ഡിക്രീസ് ഇൻ അസറ്റ് തന്നെ നമ്മുടെ അസറ്റ്, നമുക്ക് ഉണ്ടാകുന്ന ക്യാഷോ അല്ല ബാങ്ക് അക്കൗണ്ടിലുള്ള ക്യാഷ്, ഇതൊക്കെ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പേയ്മെന്റ് നടത്തുമ്പോൾ ഡിക്രീസ് ആവും, അതൊരു എക്സ്പെൻസ് ആണ്. ഇപ്പം എന്നാ ഒരു പെൻ വാങ്ങിക്കാൻ നമ്മളൊരു 10 രൂപ കൊടുത്തു, ആ ഒരു 10 രൂപ എന്ന് പറയുന്ന എക്സ്പെൻസ് ആണ്. അതിനെയാണ് നമ്മൾ ഡിക്രീസ് ഇൻ ആൻ അസറ്റ് എന്ന് പറയുന്നത്. ഇൻക്രീസ് ഇൻ എ ലയബിലിറ്റി, നമ്മുടെ ലയബിലിറ്റിയിൽ ഉണ്ടാകുന്ന ഇൻക്രീസ്, സച്ച് ആസ് ആൻ അക്കൗണ്ട് പേയബിൾ ഓർ ക്രെഡിറ്റർ വെൻ ഐറ്റംസ് ആർ പെയ്ഡ് ഫോർ ഓൺ ക്രെഡിറ്റ്. നമ്മൾ ക്രെഡിറ്റിൽ ഇപ്പം എനിക്ക് നമ്മളിപ്പം ക്രെഡിറ്റ് പറയുവാണ്, ഇതിന്റെ പൈസ 10 ദിവസം കഴിയും, അപ്പം നമ്മൾ പേയബിൾ ആണ്, അപ്പോൾ അതൊരു ലയബിലിറ്റി ആയി. ആ ഒരു ലയബിലിറ്റിയിൽ ഉണ്ടാകുന്ന ഇൻക്രീസിനെയും നമ്മൾ എക്സ്പെൻസ് എന്ന് പറയും. അപ്പോൾ എക്സ്പെൻസ് റിസൾട്ട്സ് ഇൻ ഈദർ ആൻ ഡിക്രീസ് ഇൻ ആൻ അസറ്റ് ഓർ ഇൻക്രീസ് ഇൻ ആൻ ലയബിലിറ്റി. മെറ്റീരിയൽ ആൻഡ് ലേബർ കോസ്റ്റ് ആർ ടൈപ്സ് ഓഫ് എക്സ്പെൻസസ്. നമ്മൾ നേരത്തെ ക്ലാസ്സുകൾ ചെയ്തേക്കുന്ന പോലെ ലേബർ കോസ്റ്റ് പഠിച്ചു, മെറ്റീരിയൽസിനെ പറ്റി പഠിച്ചു. ഇത് രണ്ടും എക്സ്പെൻസസിന്റെ ഒരു എക്സാമ്പിൾസ് ആണ്. അതർ എക്സാമ്പിൾസ് ആർ നോട്ട് മെറ്റീരിയൽ ഓർ ലേബർ കോസ്റ്റ്. ഈ മെറ്റീരിയലും ലേബർ കോസ്റ്റും അല്ലാത്ത എക്സ്പെൻസസ് എന്ന് വെച്ചാൽ റെന്റ് പെയ്ഡ് ഫോർ ആൻ ഓർഗനൈസേഷൻസ്, ഫാക്ടറി, ഓഫീസസ്, ഇൻഷുറൻസ്, ഇലക്ട്രിസിറ്റി. ഈ ഇൻഷുറൻസും ഇലക്ട്രിസിറ്റിയും ഒക്കെയാണ് നമ്മൾ ഓവർഹെഡ്സ്, കാരണം അത് ഓവറോൾ ആ ഒരു പ്രൊജക്റ്റ് ആ ഒരു കമ്പനിക്ക് വരുന്ന ഫുൾ എക്സ്പെൻസസ് ആണ്. അതാണ് നമ്മൾ ഓവർഹെഡ്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ക്ലാസിഫൈങ് എക്സ്പെൻസസ്, നമുക്ക് എക്സ്പെൻസസിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റാത്തതാണ് ഓവർഹെഡ്സ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. നമ്മൾ അങ്ങനെ ക്ലാസിഫൈ ചെയ്യുമ്പോഴേക്കും എക്സ്പെൻസസിനെ ഫംഗ്ഷനിലായിട്ട് ക്ലാസിഫൈ ചെയ്യുമ്പോൾ മെത്തേഡ് ഓഫ് ക്ലാസിഫൈങ് എക്സ്പെൻസ് ഇസ് ഗ്രൂപ്പിംഗ് ദം ബൈ ദ ഡിപ്പാർട്ട്മെന്റ്സ് ദേ ആർ അസോസിയേറ്റഡ് വിത്ത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കമ്പനിയിൽ പല ഗ്രൂപ്പുകൾ കാണും. എന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ആ കമ്പനിയിൽ, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ആ കമ്പനിയിൽ, ഹ്യൂമൻ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, ഫിനാൻസ്, HR, ഹ്യൂമൻ റിസോഴ്സസ് ഉണ്ട്, മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ഉണ്ട്. ഇതൊക്കെ ഒരു കമ്പനിയുടെ പല പല കാറ്റഗറീസ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ്സ് ആണ്. നമ്മൾ ഡിപ്പാർട്ട്മെന്റ്സിനെ പറ്റിയൊക്കെ അറിയാവുന്നതാണല്ലോ, പ്രൊഡക്ഷന്, ഫിനാൻസ്, HR, സെയിൽസ്. അപ്പോൾ ഇതൊക്കെ വെച്ച് ഇങ്ങനത്തെ ഒരു കോസ്റ്റുകൾ ഇതിലൊക്കെ അലോക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന എക്സ്പെൻസസിനെ നമ്മൾ ഫംഗ്ഷൻ വൈസ് എക്സ്പെൻസസിനെ ക്ലാസിഫൈ ചെയ്യുക എന്ന് പറയും. ഇതിന്റെ ഒരു എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ നമ്മൾ ഫങ്ഷൻസും ആ ഒരു എക്സ്പെൻസസും, ഇപ്പോൾ ബിൽഡിംഗ് മാനേജ്മെന്റ്, അതിനകത്ത് വരുന്നത് എന്തൊക്കെയാണ്? ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് എക്സ്പെൻസസിനെ ആ ഒരു ഫംഗ്ഷനുമായിട്ട് അലോക്കേറ്റ് ചെയ്യാൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അതിനകത്ത് ബിൽഡിങ്ങിന്റെ മാനേജ്മെന്റ്, അപ്പം ഒരു ബിൽഡിങ്ങിന്റെ മാനേജ്മെന്റിനകത്ത് വരുന്ന എന്നൊക്കെ എക്സ്പെൻസ്? റെന്റ് ഉണ്ടാവും, നമ്മൾ ആ ബിൽഡിംഗ് ചിലപ്പം റെന്റിന് എടുത്തേക്കുന്നതായിരിക്കും, അതിന്റെ റെന്റ്. യൂട്ടിലിറ്റി ബിൽസ്, ഇലക്ട്രിസിറ്റി ബില്ല്, ഗ്യാസ് ബിൽസ്, വാട്ടർ ബിൽസ്, ഇതെല്ലാം ഒരു ബിൽഡിങ്ങിൽ വരുമ്പോഴേക്കുള്ളതാണല്ലോ, അതിന് യൂട്ടിലിറ്റി ബിൽസ്. ടെലികമ്മ്യൂണിക്കേഷൻസ്, നമ്മൾ ഫോൺ വിളിക്കുന്ന ഫോണിന്റെ ഇത്, വൈഫൈ, ഇന്റർനെറ്റ് ബിൽ, ഇതെല്ലാം ടെലികമ്മ്യൂണിക്കേഷൻ. ടാക്സ് ഓൺ പ്രോപ്പർട്ടി, ആ പ്രോപ്പർട്ടി ലീസിനെടുത്താൽ അതിന് ടാക്സ് കൊടുക്കുന്ന ടാക്സ് ഓൺ പ്രോപ്പർട്ടി. ഇതൊക്കെ നമ്മൾ ബിൽഡിങ്സ് മാനേജ്മെന്റിനകത്ത് വരുന്നതാണ്, അലോക്കേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഐറ്റം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും മാനുഫാക്ചറിംഗ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്. അതിനകത്ത് എന്നൊക്കെയാണ് വരുന്നത്? റിപ്പയർസ്, മെയിൻ്റനൻസ്, ലീസ് ഓർ ഹയർ കോസ്റ്റ്. ഇതൊക്കെ നമുക്ക് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്ന ഒരു സാധനത്തിന്റെ സർവീസ് ചെയ്യുന്നതോ റിപ്പയർ ചെയ്യുന്നതോ മെയിൻ്റനൻസ് ചെയ്യുന്നതോ ഇതൊക്കെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലോട്ട് നമുക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന കോസ്റ്റുകളാണ്. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും എന്നൊക്കെ കോസ്റ്റ് ആയിരിക്കും?
ഇതിനകത്ത് അഡ്വർടൈസ്മെന്റ് ആൻഡ് മാർക്കറ്റിംഗ് വരും, കസ്റ്റമർ സർവീസ് കാണും, ഈ സാധനം അവർക്ക് ലേറ്റർ എത്തിക്കാനുള്ള ഡെലിവറി കോസ്റ്റ്. നമ്മളിപ്പോൾ ആമസോണിലൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് മിക്കപ്പോഴും ഇത്ര രൂപയ്ക്ക് മേലെ ഓർഡർ ചെയ്താൽ ഫ്രീ ഡെലിവറി എന്ന് കാണുന്നതാണ്. ഈ ഫ്രീ ഡെലിവറി എന്ന് പറയുന്നതിന് ഡെലിവറി ചെയ്യാനായിട്ട് കോസ്റ്റ് ഇല്ലെന്നല്ല, പക്ഷെ ആ കോസ്റ്റ് ആ കമ്പനി ആയിരിക്കും ബെയർ ചെയ്യുന്നത്. അതേസമയം നമ്മൾ ചിലപ്പോൾ പേ ചെയ്യുന്ന ഇതുണ്ടാവും, ആ ഒരു ഡെലിവറി കോസ്റ്റ് അല്ല, ഇത് കമ്പനി ബെയർ ചെയ്യുന്നത്. കമ്പനി ബെയർ ചെയ്യുമ്പോഴേക്കായിരിക്കും കമ്പനിക്ക് അതൊരു ലയബിലിറ്റി ആവുന്നത്. അപ്പം ഇൻക്രീസ് ഇൻ ലയബിലിറ്റി ഈസ് ആൻ എക്സ്പെൻസ്, നമ്മളിപ്പോൾ പഠിച്ചു. ആ ഒരു ഇതാണ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷനിൽ വരുന്ന ഡെലിവറി കോസ്റ്റ്, കസ്റ്റമർ സർവീസ്, അഡ്വർടൈസിങ്, ഇതെല്ലാം സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റിൽ വരുന്നതാണ്. ഫിനാൻസ് ആൻഡ് ലീഗൽ കോസ്റ്റ്. ഫിനാൻസ് കോസ്റ്റുകൾ കാണും, നമുക്ക് ഇൻട്രസ്റ്റ് കാണും, ഇൻട്രസ്റ്റ് നമ്മൾ എടുത്തേക്കുന്ന ലോൺ മേലുള്ള ഇൻട്രസ്റ്റുകൾ കാണും, ലീഗൽ ഫീസ്, എന്തെങ്കിലും ഒരു കോൺട്രാക്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ഈ ബിൽഡിംഗ് റെന്റിന് എടുത്തു, ഒരു കോൺട്രാക്റ്റിലോട്ട് നമ്മൾ എൻട്രി ചെയ്തിട്ടുണ്ട് ആ ബിൽഡിംഗ് ഓണറുമായിട്ട്, ഒരു ലീസ് എഗ്രിമെന്റ്. ഇതിനൊക്കെ ചിലപ്പോൾ നമുക്കൊരു ലീഗൽ ഫീസ് വരും, നമ്മൾ ലീഗലി മൂവ് ചെയ്തേക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിനുള്ള ലീഗൽ ഫീസ്, എക്സ്റ്റേണൽ ഓഡിറ്റ്, ഇൻഷുറൻസ്, എന്ത് കമ്പനി ആണെങ്കിലും ഇൻഷുറൻസ് എടുക്കണം, ആ ഒരു ഇൻഷുറൻസും കാര്യങ്ങളും എല്ലാം ഫിനാൻസ് ആൻഡ് ലീഗലിൽ വരും. പിന്നെ ഓഡിറ്റ്, എക്സ്റ്റേണൽ ഓഡിറ്റ് ടീമിനെ വെച്ച് നമ്മൾ നമ്മുടെ കമ്പനി ഓഡിറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കണം. ഇതെല്ലാം ലീഗൽ ആൻഡ് ഫിനാൻസിനകത്ത് വരുന്ന കോസ്റ്റുകളാണ്. ഇനി നമ്മൾ നോക്കുവാണ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എന്നാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ് എന്നാന്ന് പഠിച്ചു, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എന്നാന്ന് പഠിച്ചു. ഇതൊക്കെ അതുപോലെ തന്നെ എക്സ്പെൻസസിനകത്തും ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ഉണ്ട്. ഈ മെറ്റീരിയൽ കോസ്റ്റും ലേബർ കോസ്റ്റും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എൻട്രി ACCയുടെ യൂട്യൂബ് ചാനലിനകത്ത് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ പ്ലേലിസ്റ്റ് ഉണ്ട്, അതിൽ നിന്ന് നമ്മുടെ വീഡിയോസ് കാണുക, അത് റെഫർ ചെയ്ത് പ്രീവിയസ് പോർഷൻസ് പഠിക്കുക. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ കമ്മിങ് ബാക്ക് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എന്നാന്ന് നോക്കണം. എക്സ്പെൻസസ് മേ ബി ക്ലാസിഫൈഡ് ആസ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ദ സെയിം വേ മെറ്റീരിയൽസ് ആൻഡ് ലേബർ കോസ്റ്റ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. അപ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസസ് എന്നതാ, ഡയറക്റ്റ് എക്സ്പെൻസസ് ആർ ഡയറക്ട്ലി ആട്രിബ്യൂട്ട് ടു എ സ്പെസിഫിക് പ്രൊഡക്റ്റ് ഓർ സർവീസ് ആൻഡ് ആർ പാർട്ട് ഓഫ് ദ ഡയറക്റ്റ് കോസ്റ്റ്. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഒരു സർവീസിലോട്ട് നമുക്ക് അതിനെ ഡയറക്റ്റ് ആയിട്ട് ആട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. നമ്മൾ ഡയറക്റ്റ് മെറ്റീരിയാലിറ്റി കോസ്റ്റിനും മെറ്റീരിയൽസിനും ഡയറക്റ്റ് ലേബറിനും അത് തന്നെയാണ് പറഞ്ഞത്. ആ ഒരു സ്പെസിഫിക് പ്രൊഡക്റ്റ് അല്ലേ അല്ലെങ്കിൽ ഒരു സർവീസിലോട്ട് അതിനെ ആട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയും. അതേപോലെ തന്നെ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് അതെന്നതാണ്, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് വെച്ചാൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഒരു സർവീസിനകത്തോട്ട് നമുക്ക് ഈ ഒരു കോസ്റ്റിനെ ഡയറക്റ്റ് ആയിട്ട് ആട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിനെ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് നമ്മൾ പറയും. ഇപ്പം ട്രീറ്റ്മെന്റ്, ഡയറക്റ്റ് എക്സ്പെൻസസിന്റെയും ഇൻഡയറക്റ്റ് എക്സ്പെൻസസിന്റെയും ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്നുള്ളതാണ്. ഡയറക്റ്റ് എക്സ്പെൻസസ് ആർ കോൾഡ് ദിസ് ബിക്കോസ് ദേ ആർ ഡയറക്ട്ലി റിലേറ്റ് ടു ദ പ്രൊഡക്ഷൻ ഓഫ് എ സിംഗിൾ പ്രൊഡക്റ്റ്. ഒന്ന് വായിച്ചു നോക്കുക ഈ പാരഗ്രാഫ്. They are therefore added to the direct material cost and direct labor cost to form prime cost of a product. ഒരു പ്രൊഡക്റ്റിന്റെ കോസ്റ്റിലോട്ട് ഡയറക്റ്റ് ആയിട്ട് ആട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നതാണല്ലോ ഡയറക്റ്റ് കോസ്റ്റ്. അപ്പോൾ അതിനെ ഡയറക്റ്റ്ലി ലേബർ കോസ്റ്റിന്റെ കൂടെയും ലേബർ കോസ്റ്റിന് മെറ്റീരിയൽ കോസ്റ്റിന്റെ കൂടെയും ആഡ് ചെയ്ത് നമുക്ക് ആ പ്രൊഡക്റ്റിന്റെ ഫൈനൽ കോസ്റ്റിലോട്ട് വരാം. അപ്പം ഇങ്ങനെയായിരിക്കും നമ്മൾ ഡയറക്റ്റ് കോസ്റ്റ് നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്യുന്നത്. എങ്ങനെ? ഡയറക്റ്റ് മെറ്റീരിയൽസ് പ്ലസ് ഡയറക്റ്റ് ലേബർ പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ്, ഇതായിരിക്കും പ്രൈം കോസ്റ്റ് ഓഫ് ദ പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റ്, ഇപ്പോൾ ഒരു പേന, ആ ഒരു പേനയുടെ ഫൈനൽ കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? അതിനകത്ത് അതിൻ്റെ മെറ്റീരിയൽസ്, ഇതുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്, ഇങ്ക്, അതൊക്കെ. ഡയറക്റ്റ് ലേബർ, ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ച ലേബറിന് കൊടുക്കേണ്ട കോസ്റ്റ്. പിന്നെ അതുപോലെ തന്നെ ഡയറക്റ്റ് എക്സ്പെൻസസ്, ഇതിനു വേണ്ടിയുള്ള ഫണ്ട് റേസ് ചെയ്ത് അങ്ങനത്തെ എക്സ്പെൻസസും. ഇത് മൂന്നും കൂടി ആഡ് ചെയ്യുമ്പോഴേക്കാണ് പ്രൈം കോസ്റ്റ് ഓഫ് ദ പ്രൊഡക്റ്റ്, ഈ ഒരു കോസ്റ്റിന്റെ പ്രൈം കോസ്റ്റ് കിട്ടുന്നത്. അതിനകത്തോട്ട് ഇനി ഇൻഡയറക്റ്റും വരും. ഇനി ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ഡു നോട്ട് റിലേറ്റ് ഡയറക്ട്ലി ടു ദ പ്രൊഡക്ഷൻ ഓഫ് ദ സിംഗിൾ പ്രൊഡക്റ്റ്, സോ ദേ മസ്റ്റ് ബി ഷെയർഡ് ബിറ്റ്വീൻ വേരിയസ് പ്രൊഡക്ട്സ് ആൻഡ് ക്രിയേറ്റ് ദ എക്സ്പെൻസ്. ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫുൾ ആക്ടിവിറ്റിയിൽ വരുന്നതായിരിക്കും. ഡയറക്റ്റ് ആയിട്ട് ഒരൊറ്റ പ്രൊഡക്റ്റിലോട്ട് നമുക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞില്ല, ഒരു ഫുൾ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് അത് നമുക്ക് ഒരു പേനയിലോട്ട് മാത്രം വരത്തില്ല, ചിലപ്പോൾ കമ്പനിക്ക് വേറെ പ്രൊഡക്ട്സ് ഉണ്ടാവും. അപ്പം അങ്ങനത്തെയൊക്കെ കോസ്റ്റുകളാണ് ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം പ്രൈം കോസ്റ്റ് ഓഫ് ദ പ്രൊഡക്റ്റ് പ്ലസ് ഷെയർ ഓഫ് ആൻ ഓവർ ഹെഡ്, അതായിരിക്കും കോസ്റ്റ് ഓഫ് ദ പ്രൊഡക്റ്റ്. അപ്പം ഈ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ് ഓവർ ഹെഡ്സ്, അതിൻ്റെ ഒരു ഷെയർ. അപ്പം അതിൻ്റെ ഒരു ഇത്ര പെർസെൻറ്റേജ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിലോട്ട് നമ്മൾ അലോക്കേറ്റ് ചെയ്യുമെന്ന് അസ്യൂം ചെയ്യാം. അപ്പം ഈ കിട്ടിയേക്കുന്ന പ്രൈം കോസ്റ്റിൻ്റെ കൂടെ ഷെയർ ഓഫ് ആൻ ഓവർ ഹെഡ് ഇതും കൂടി ആഡ് ചെയ്യുമ്പോഴേക്കാണ് ടോട്ടൽ കോസ്റ്റ് ഓഫ് ദ പ്രൊഡക്റ്റ്. ഈ ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്ത് ഇതിൻ്റെ നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ടോട്ടൽ കോസ്റ്റ് ഈ ഒരു പ്രൊഡക്റ്റിന് എത്രയായിരിക്കും എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇതിൻ്റെ കൂടെ പ്രോഫിറ്റ് ആഡ് ചെയ്യുമ്പോഴേക്കായിരിക്കും നമ്മുടെ സെല്ലിംഗ് പ്രൈസ് വരുന്നത്. കോസ്റ്റ് പ്രൈസ് വരുന്നത് എങ്ങനെയാണ്? പ്രൈം കോസ്റ്റ് ഓഫ് ദ പ്രൊഡക്റ്റ് പ്ലസ് ഷെയർ ഓഫ് ആൻ ഓവർ ഹെഡ് ആഡ് ചെയ്യുമ്പോഴേക്കാണ് ടോട്ടൽ കോസ്റ്റ് ഓഫ് എ പ്രൊഡക്റ്റ് വരുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഡയറക്റ്റ് കോസ്റ്റും ഡയറക്റ്റ് എക്സ്പെൻസസും ഇൻഡയറക്റ്റ് എക്സ്പെൻസസിന്റെയും ട്രീറ്റ്മെന്റ് കണ്ടുപിടിക്കുക. ഡയറക്റ്റ് എക്സ്പെൻസ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആ ഒരു ബാക്കി എക്സ്പെൻസസിന്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റും. ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് അഥവാ ഓവർ ഹെഡ്സിനെ നമ്മൾ അതിൻ്റെ ഒരു ഷെയർ എടുക്കണം. ഫുൾ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് എന്ന് വെച്ചാൽ ഫുൾ കമ്പനിയുടെ കോസ്റ്റുകൾ, ഇൻഷുറൻസ്, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ആ ഒരു കമ്പനി റൺ ചെയ്യാനും എല്ലാത്തിനുമായിട്ടും വരുന്നതാണ്. അതിൻ്റെ ഒരു ഷെയർ ആയിരിക്കും ഈ ഒരു പ്രൊഡക്റ്റിന്റെ ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റിലോട്ട് വരുന്നത്.
അപ്പം ഇതാണ് ഓവർഹെഡ്സിന്റെ ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ. ഇതിന്റെ ബാക്കി കാര്യങ്ങൾ നമ്മൾ ഇൻ ഡെപ്ത് ആയിട്ട് വരും ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക. നമ്മുടെ മെന്റേഴ്സ് നിങ്ങളെ അസിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.